Good morning, dear students. I'm again here with a new topic, equilibrium of firm and industry. So in the last class we have seen about the perfect competition, types of perfect competition കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അതേപോലെ തന്നെ അതിൻ്റെ അസംഷൻസ്, മാർക്കറ്റ് എന്താണ്, സോ ഹൗ വിൽ ഫിക്സ് ദി പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് എന്നുള്ളത്, അപ്പോൾ അതിന് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെയും ഒരു ഇൻഡസ്ട്രിയുടെയും അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹൗ വി ആർ ഗോയിങ് ടു ഡു ദാറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിനേക്കാളും മുമ്പ് 3 കാര്യങ്ങളെ കുറിച്ചിട്ടൊരു വ്യക്തമായിട്ടുള്ള നമുക്കൊരു ധാരണ വേണം. 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്. ഇത് 3നെ കുറിച്ചിട്ടും വ്യക്തമായിട്ട് ഒന്നുകൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഈസ് വാട്ട് ഈസ് ഇക്വിലിബ്രിയം എന്നുള്ളതാണ്. അപ്പോൾ ഇക്വിലിബ്രിയം എവിടെ നിന്നാണ് ഈ ഒരു വേർഡ് ഉണ്ടായിട്ടുള്ളത്? ഈ വേർഡ് ഉണ്ടായിട്ടുള്ളത് ലാറ്റിൻ വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ലാറ്റിൻ എന്നാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അക്വസ് ആൻഡ് ലിബ്ര എന്നുള്ളതാണ്. അക്വസ് എന്ന് പറയുന്നത് വി കോൾ ഇറ്റ് ആസ് ഇറ്റ് മീൻസ് ആസ് ഈക്വൽ എന്നുള്ളതാണ് അക്വസ്. ഓക്കെ, ലിബ്ര എന്ന് പറയുന്നത് ബാലൻസ് ആണ്. സോ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഈക്വൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷൻ, ഈക്വൽ ബാലൻസ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ലിറ്റററി മീനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഫ്രം വിച്ച് നോ ചേഞ്ച് ഈസ് റിക്വയർഡ് എന്നുള്ളതാണ്. സോ ഒരിക്കൽ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു മാറ്റം ഔട്ട്പുട്ടിൽ ഉണ്ടാവില്ല. കാരണം ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ഈൽഡ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യണത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഡിമാൻഡും സപ്ലൈനും ബേസ് ചെയ്തിട്ടാണ്. അത് ഈക്വൽ ആകുന്ന ഒരു പോയിൻ്റ് ഏതാണോ അതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. സോ അതിൽ കിട്ടുന്ന ആ സമയത്തുണ്ടാകുന്ന പ്രൈസ് എത്രയാണോ അതാണ് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പോയിൻ്റ് ദ ഫേം ഏൺസ് മാക്സിമം പ്രോഫിറ്റ് ഓർ ഇറ്റ് മീറ്റ് വെരി മിനിമം ലോസ് എന്നുള്ളതാണ്. ഒന്നെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് അവിടെ ഈൽഡ് ചെയ്യുന്നുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻകർ ചെയ്യുന്നത് വളരെ മിനിമം ലോസ് ആണെന്നാണ് അവിടെ ക്ലിയർ ആക്കുന്നത്. ഓക്കെ, സോ ഇക്വിലിബ്രിയം പോയിൻറ്റ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ സോ ദേ ആർ നോട്ട് റെഡി ടു ചേഞ്ച് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ബിക്കോസ് ഇൻ ദ പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ഇക്വിലിബ്രിയം the firm is earning more profit, that is maximum profit yield ചെയ്യുന്നുണ്ട്. സോ അത്ര പെട്ടെന്നൊരു ചേഞ്ച് ആരും തന്നെ ആ വോളിയൂം ഓഫ് ഔട്ട്പുട്ടിൽ വരുത്താനായിട്ട് ആഗ്രഹിക്കില്ല. ക്ലിയർ? ആൻഡ് ദെൻ ഇനി നെക്സ്റ്റ് എന്താണ് ഫേം എന്നുള്ളത് നോക്കാം. എ ഫേം ഇസ് എ ബിസിനസ് യൂണിറ്റ് എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഫോർ സെല്ലിങ് ഇറ്റ് ഫോർ എ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഫേം എന്ന് പറയുന്നത് എ പർട്ടിക്കുലർ ബിസിനസ് യൂണിറ്റ് ആണ്, എൻഗേജ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. അപ്പോൾ ആ ഫേമിൽ എന്താണ് ട്രേഡിംഗ് അല്ല നടക്കുന്നത്, അവിടെ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത്. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയാണ് അവർ നടത്തുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് ദെൻ ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി ഫോർ സെല്ലിങ് ഇറ്റ് അറ്റ് എ പ്രോഫിറ്റ്. അപ്പോൾ എല്ലാവരും ഈ ബിസിനസ് യൂണിറ്റ് റൺ ചെയ്യുന്നത് ഫോർ എ പ്രോഫിറ്റ് തന്നെയാണ്. അവർ സാധനങ്ങൾ വിൽക്കുന്നത് ടു മേക്ക് പ്രോഫിറ്റ് തന്നെയാണ്. ഇനി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഫേം എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു ബിസിനസ് യൂണിറ്റിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓർ കളക്ഷൻ ഓഫ് ഓൾ ഫേംസ് പ്രൊഡ്യൂസിങ് ദ സെയിം പ്രോഡക്റ്റ് ഇസ് കോൾഡ് ഇൻഡസ്ട്രി. അപ്പോൾ അതേപോലത്തെ സെയിം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന അതർ കമ്പനീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടിച്ചേരുന്ന, എല്ലാ ഫേമുകളും കൂടിച്ചേരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പെൻസിൽ, ഓക്കെ, അപ്സര പെൻസിൽസ് ഉണ്ട്, ക്യാംലിൻ പെൻസിൽസ് ഉണ്ട്, നട്രാജ് പെൻസിൽസ് ഉണ്ട്, ക്ലാസ്മേറ്റിൻ്റെ പെൻസിൽസ് ഉണ്ട്, ഇനി പേരറിയാത്ത പല കമ്പനീസിനും ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, so any pencil if we take as a single piece, it is charged at ₹3. അല്ല, ഏത് പെൻസിൽ നമ്മൾ എടുത്താലും, ഏത് കമ്പനിയുടെ പെൻസിൽ എടുത്താലും 3 രൂപയാണ് അതിന് വരുന്നത്. പിന്നെ അതിൽ HBനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പെൻസിലിൻ്റെ പ്രൈസിൽ നമുക്ക് വ്യത്യാസം വരുന്നത്. ഓക്കെ, അല്ലാതെ ജനറലി നമ്മളിപ്പോൾ ഒരു പെൻസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 രൂപയാണ് നമുക്ക് വില വരുന്നത്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ക്യാംലിൻ എന്ന് പറയുന്നത് ഒരു ഫേമാണ്, നട്രാജ് എന്ന് പറയുന്നത് ഒരു ഫേമാണ്, ക്ലാസ്മേറ്റ് എന്ന് പറയുന്നത് ഒരു ഫേമാണ്, അപ്സര എന്ന് പറയുന്നത് ഒരു ഫേമാണ്. ഇത് 4 പേരും ഏതിലാണ് വരണമെങ്കിൽ പെൻസിൽ ഇൻഡസ്ട്രി. അപ്പോൾ മനസ്സിലായി. അപ്പോൾ എല്ലാവരും കൂടി ദ സെയിം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫേമുകളും കൂടി ഒന്നിച്ച് കൂടുമ്പോൾ നമ്മൾ അതിനെ പറയും ഇൻഡസ്ട്രി. അതേപോലെ തന്നെ കാർ മാനുഫാക്ചറിങ് കമ്പനീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ ഫേമാണ്. മാരുതി ഒരു ഫേമാണ്, ഹൈൻഡായ് ഒരു ഫേമാണ്, BMW ഒരു ഫേമാണ്. പക്ഷേ വെൻ യു സേ കാർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും അതിൽ പെട്ടു. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയില്ല. ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം പ്രോഫിറ്റ് ഈൽഡ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. ഡിമാൻഡും സപ്ലൈയും കൂടിയിട്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിൻ്റ് നമ്മൾ ഫിക്സ് ചെയ്യുക, ഒരു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ ആ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന പീരിയഡ്, ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ഈൽഡ് ചെയ്യാവുന്ന പ്രൈസ് ഏതാണോ, എവിടെയാണോ ഡിമാൻഡും സപ്ലൈയും നമ്മൾ മീറ്റ് ചെയ്യുന്നത്, ആ പെർട്ടിക്കുലർ പോയിന്റിൽ കിട്ടുന്ന പ്രൈസ് എത്രയാണോ അതാണ് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസായിട്ട് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു ഫേം എത്തിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അതിൽ നിന്ന് ഒരു ചേഞ്ച്, ദറ്റ് ഈസ് ദേ ആർ നോട്ട് റെഡി ടു ചേഞ്ച് ദെയർ വോളിയൂം ഓഫ് ഔട്ട്പുട്ട്, ബിക്കോസ് ഇഫ് ദേ ചേഞ്ച് ദെയർ വോളിയൂം ഓഫ് ഔട്ട്പുട്ട് ദേ ഹാവ് ടു എൻകർ more expenses. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ sometimes they may incur loss also. So in this particular point the firm is earning the maximum profit, so they are not ready to change the volume of output. Okay, അപ്പോൾ ഇപ്പോൾ കിട്ടണത് തന്നെ അത്യാവശ്യത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, ഒരു ലോസിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ സാധാരണ ഈ ഒരു പർട്ടിക്കുലർ പീരീഡിൽ വന്ന് കുറച്ച് കാലത്തേക്ക് മാക്സിമം പ്രോഫിറ്റ് ഈൽഡ് ചെയ്യാനായിട്ട് ആരും തന്നെ അവരെ വോളിയൂം ഓഫ് ഔട്ട്പുട്ടിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കാത്തൊരു പീരീഡാണ് ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് ഈസ് ഫേം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ കമ്മോഡിറ്റി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു യൂണിറ്റിനെയാണ്, ബിസിനസ് യൂണിറ്റിനെയാണ് ഫേം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇൻഡസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കമ്മോഡിറ്റി മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ ഫേമുകളും ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഇൻഡസ്ട്രിയാണ്. ഓക്കെ, ആൻഡ് നൗ വി വിൽ സി അബൌട്ട് ദി ഇക്വിലിബ്രിയം ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഞാൻ നേരത്തെ പറഞ്ഞ ആ എക്സ്പ്ലനേഷനിൽ തന്നെ ഉണ്ട്. സോ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻ ഇൻഡസ്ട്രി കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഫേംസ് പ്രൊഡ്യൂസിങ് ഐഡൻറ്റിക്കൽ ഓർ ഹോമോജീനിയസ് പ്രോഡക്റ്റ്. Since there are large number of firms, an individual firm has no control over the price. The industry will fix the price. This means that only one price is prevailing in the market, and further all firms will charge the same price എന്നുള്ളതാണ്. Okay, so ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മാർക്കറ്റിൻ്റെ പൊസിഷൻ ഉദ്ദേശിക്കുന്നത്? ദർ ആർ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആൻഡ് ദർ ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ്. ഓക്കെ, സോ ഈ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉള്ളിടത്ത് നമ്പർ ഓഫ് ഫേംസ് ആണ് ആ പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലുള്ളത്.
സോ അവിടെ ഇത്രയും നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു സെല്ലറിനെ ആ മാർക്കറ്റിൽ വരുന്ന പ്രോഡക്റ്റിനെ ഒരു സെപ്പറേറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഹി കനോട്ട് ടേക്ക് ഓവർ ദി കൺട്രോൾ ഓഫ് ദി മാർക്കറ്റ് ഓൾസോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ പെൻസിലിൻ്റെ കാര്യം ഞാൻ തന്നെ നിങ്ങൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു. അപ്സറയുണ്ട്, ക്യാംലിൻ ഉണ്ട്, നട്രാജ് ഉണ്ട്, ക്ലാസ്മേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് പെൻസിലിനെ അവരൊരു 6 രൂപ ഫിക്സ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു 5 രൂപ ഫിക്സ് ചെയ്യാണ്. വേർ യു ക്യാൻ ഗെറ്റ് ഗുഡ് dark pencils at ₹3, you're going to pay for the classmate pencil ₹5 or ₹6 എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വില നമ്മൾ കൊടുക്കേണ്ടി വരികയാണ്. ആര് മേടിക്കും? ഓക്കെ, സോ ക്ലാസ്മേറ്റ്സിൻ്റെ പ്രോഡക്റ്റ് അവിടെ എന്തായിരിക്കും, അത് അവിടെ ഇരിക്കുള്ളൂ. സാധാരണ ഒരു പെൻസിൽ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 3 രൂപയ്ക്ക് ഒരു പെൻസിൽ എടുത്ത് കൊടുക്കും. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം normally when there are more sellers in the market, a particular firm അല്ലെങ്കിൽ ഒരു individual firm cannot take control of the entire market. So he cannot fix a separate price for his own product. So what is the prevailing price in the market that he has to accept എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എല്ലാവരും മാർക്കറ്റിൽ ഈ പെൻസിലിന് എത്ര രൂപയാണോ കൊടുക്കുന്നത് അത് തന്നെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇൻഡസ്ട്രി എന്താണ്, അത് എന്തുകൊണ്ടാണ് ചില ഫേമുകൾ എൻട്രി നടത്തിയ ഉടനെ തന്നെ ചിലപ്പോൾ പൂട്ടിപ്പോകുന്ന സാഹചര്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് വരുന്നുണ്ട്. ചില ഫേമുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ വലിയ ഗ്രൂപ്പുകളൊക്കെ ഉള്ള പോലെ തന്നെ ഇവരും ആ ടൈപ്പ് ഓഫ് ബിസിനസ്സിലേക്ക് എൻട്രി നടന്നത് മാർക്കറ്റ് ഈസ് വെരി ക്ലിയർ ആൻഡ് ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പ്രോഫിറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ സിംഗിൾ പ്രൈസാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എൻട്രി നടത്താവുന്നതാണ്. എന്നാൽ പോലും ചില ഫേം എന്ന് പറയുന്ന ടീമുകൾ എൻട്രി നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ വിത്തിൻ നോ ടൈം ദേ ആർ മേക്കിംഗ് എക്സിറ്റ് ഫ്രം ദി മാർക്കറ്റ് ഓൾസോ. സോ വൈ ഇറ്റ് ഹാപ്പൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റീസൺ നമുക്ക് വഴിയെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ ദെർ വിൽ ബി നമ്പർ ഓഫ് സെല്ലേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്താണോ ഫിക്സ് ചെയ്യുന്നത്, മാർക്കറ്റ് ഫോഴ്സസ് എന്താണോ ഫിക്സ് ചെയ്യുന്നത്, കാരണം ഇഷ്ടംപോലെ സെല്ലേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ബയേഴ്സും നമ്പർ ഓഫ് സെല്ലേഴ്സും ഇൻക്രീസ്ഡ് ആണ്. സോ അതിനനുസരിച്ച് മോർ ഡിമാൻഡും മോർ സപ്ലൈയും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. സോ ദി മാർക്കറ്റ് ഫോഴ്സസ് വിൽ ഡിറ്റർമൈൻ ദ പ്രൈസസ്. So actually what is the prevailing price in the market that every small firm has to accept it എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അപ്പോൾ ചെറിയ ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ പോലും അവരായാലും ആ മാർക്കറ്റിൽ പ്രിവെയിൽ ചെയ്യുന്ന പ്രൈസ് എന്താണോ അത് അവർ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവർക്ക് നഷ്ടം സംഭവിക്കാം. അതാണ് അവർ പോകാനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നഷ്ടം സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. ഓക്കെ, and then under perfect competition price of a commodity is determined by its demand and supply. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ഡിമാൻഡും സപ്ലൈയും കൂടിയിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പ്രൈസ് ഓഫ് എ commodity is determined at the point at which demand and supply are equal. എവിടെയാണോ ഡിമാൻഡും സപ്ലൈ എന്ന് പറയുന്ന പോയിൻ്റ് കൂടി ചേരുന്നത് ആ പോയിൻ്റാണ് ഇക്വിലിബ്രിയം. ആ പോയിന്റിൽ എത്രയാണോ പ്രൈസ് ലെവൽ വരുന്നത് ആ പ്രൈസാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസായിട്ട് വരുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് ഇക്വിലിബ്രിയം പ്രൈസ്. ദ ക്വാണ്ടിറ്റി ബോട്ട് ആൻഡ് സോൾഡ് ഇസ് നോൺ ആസ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നുള്ളത്. ഇനി അതിൻ്റെ ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി എന്ന് പറയുന്നത് ഡിമാൻഡ് കർവാണ്. എസ് എന്ന് പറയുന്നത് സപ്ലൈ കർവാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്സ് സ്ലോപ്പ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. രണ്ടും ദറ്റ് ഈസ് ഡിമാൻഡ് സ്ലോപ്പ് ഡൗൺവേർഡ്സ് ആണ്. സപ്ലൈ എന്ന് പറയുന്നത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സപ്ലൈ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് അറ്റ് ഹയർ പ്രൈസിന് ഹയർ ക്വാണ്ടിറ്റി വിൽ ബി സപ്ലൈഡ്, അറ്റ് ലോവർ പ്രൈസിന് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി സപ്ലൈഡ് ഇൻ ദി മാർക്കറ്റ്.
ലോ ഓഫ് ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിലോ if price is higher the quantity demanded will decrease, and if the price is decreased the quantity demanded will increase എന്നുള്ളതാണ്. So the firm is in equilibrium when it maximizes its profit. സോ എവിടെയാണോ ഡിമാൻഡും സപ്ലൈയും കൂടിച്ചേരുന്നത് ആ പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഫേമിന് കിട്ടുന്നത്. ദ ഔട്ട്പുട്ട് വിച്ച് yields മാക്സിമം പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഇസ് ദ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട്. സോ ആ സമയത്ത് എത്ര ഔട്ട്പുട്ടാണ് അവർക്ക് വരുന്നത് അതാണ് അവരുടെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അതിൽ മാക്സിമം പ്രോഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ പെർട്ടിക്കുലർ ഔട്ട്പുട്ടിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ച് അവർ ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. Okay. In fact, the firm is in equilibrium when it has no incentive to increase or decrease its output. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ this is because at the equilibrium output the firm gets maximum profit. സോ ഇതിലെ ഈ ഔട്ട്പുട്ടിൽ ഒരു ഇൻക്രീസോ ഡിക്രീസോ വരുത്താനായിട്ട് അവർ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താണ്? അവർക്ക് ഇപ്പോൾ ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ അവർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇനി ഒരു ഇൻക്രീസോ ഒരു ഡിക്രീസോ ചിലപ്പോൾ പ്രോഫിറ്റ് ലെവലിനെ എഫക്റ്റ് ചെയ്തേക്കാം. സോ അതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. കുറച്ച് കാലത്തേക്ക് അവർ ആ സെയിം വോളിയൂം ഓഫ് ഔട്ട്പുട്ട് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് the firm reaches its equilibrium position when the following two conditions are satisfied. And രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഇക്വിലിബ്രിയം പൊസിഷൻ നമ്മൾ റീച്ച് ചെയ്യുന്നത്. അത് എന്താണ് ഏതാണെന്നുള്ളതാണ്. The firm reaches the equilibrium position when it produces that level of output at which marginal cost is equal to marginal revenue. എന്താണ് മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് ഇസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ഇസ് ദ റവന്യൂ റിയലൈസ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ദി അഡീഷണൽ യൂണിറ്റ്. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് എ കമ്പനി പ്രൊഡ്യൂസസ് 100 യൂണിറ്റ്സ്, ഓക്കെ, അപ്പോൾ 100 യൂണിറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 100 യൂണിറ്റ്സിൻ്റെ റവന്യൂ അവർക്ക് കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് ക്വൈറ്റ് നോർമൽ. സോ beyond that normal level, one additional unit, 101 units അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് ഇസ് നോൺ ആസ് മാർജിനൽ കോസ്റ്റ്. ആ കോസ്റ്റ് തന്നെയാണ് അവർക്ക്, ദറ്റ് ഈസ് എന്താ പറയുക, അതിൻ്റെ റവന്യൂ ആയിട്ട് തിരിച്ചു കിട്ടേണ്ടത്. അപ്പോൾ ആ അഡീഷണൽ യൂണിറ്റ് 101ാമത്തെ യൂണിറ്റ് അവർ സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആയിരിക്കണം. സോ അങ്ങനത്തെ ഒരു പൊസിഷൻ വരുമ്പോഴാണ് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുന്നത്. ഓക്കെ, സോ ഇഫ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? അഡീഷണൽ യൂണിറ്റ് സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന റവന്യൂ. ഇഫ് MC ഇസ് ലെസ് ദാൻ MR, മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ, ഇഫ് MC ഇസ് ലെസ് ദാൻ മാർജിനൽ റവന്യൂ, ദ ഫേം ഗെറ്റ്സ് ആൻ ഇൻസെൻറ്റീവ് ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ കിട്ടുന്നത് എന്താണ്? ഒരു ഇൻസെൻറ്റീവാണ്. ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഇൻസെൻറ്റീവാണ് നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഈസ് ഇഫ് MC ഇസ് ലെസ് ദാൻ MR എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ MR കൂടുതലാണ്, MC നമുക്ക് കുറവാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് നമുക്ക് ക്ലിയർ ആവുന്നത്. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് MC ഈസ് മോർ ദാൻ MR, അപ്പോൾ നമ്മൾ ആ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ, അഡീഷണൽ റവന്യൂ എന്ന് പറയുന്നത് കോസ്റ്റിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ, കോസ്റ്റാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്, നമുക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഫേം എന്താ ചെയ്യേണ്ടത്? ഫേം ഹാസ് ടു റെഡ്യൂസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഫേം എന്താണ് ചെയ്യേണ്ടത്? ആ പർട്ടിക്കുലർ ഔട്ട്പുട്ടിനേക്കാളും കുറച്ചും കൂടി കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഡിക്രീസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്? MC ഈക്വൽ ടു MR ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവർക്ക് ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. എത്ര അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും അത്രയും അഡീഷണൽ റവന്യൂ അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് MC ഇസ് ഈക്വൽ ടു MR എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് ലെസ് ആണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഇൻക്രീസ് ദി ഔട്ട്പുട്ട്. ഇഫ് ഇറ്റ് ഈസ് മോർ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ, ദാറ്റ് ഈസ് ഡിക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. MC ആണ് കൂടുതലെങ്കിൽ. ഓക്കെ, അപ്പോൾ കോസ്റ്റാണ് കൂടുതലായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് നഷ്ടമാണ് എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ,
at the equilibrium level of output, the MC curve must cut MR curve from below. MC curve should have a പോസിറ്റീവ് സ്ലോപ്പ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഫിഗറാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് സപ്ലൈ അതിൽ ഇക്വിലിബ്രിയം പോയിൻ്റ് ഉണ്ട്. ഇനി ക്വാണ്ടിറ്റിയിൽ എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ്. DD ആൻഡ് SS എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഡിമാൻഡും അതേപോലെ തന്നെ അതിൻ്റെ സപ്ലൈ ആണ് ഉദ്ദേശിക്കുന്നത്. ബോത്ത് ദീസ് ഇൻ്റർസെക്റ്റ് അറ്റ് പോയിൻറ്റ് E. അതുകൊണ്ട് നമുക്കവിടെ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്താണെന്നുള്ളത് കിട്ടുന്നുണ്ട്. അപ്പോൾ OP ആണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിൻ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഷോസ് ദാറ്റ് ദ ഫേം ആസ് എ പ്രൈസ് ടേക്കർ ആക്സെപ്റ്റ്സ് OP പ്രൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ടേക്കറാണ് സെല്ലർ എന്ന് പറയുന്ന വ്യക്തി, പ്രൈസ് മേക്കർ അല്ല, പ്രൈസ് ടേക്കറാണ്. സോ പ്രിവെയിലിംഗ് പ്രൈസ് എന്താണോ അത് ആക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദെൻ ഹെൻസ് എ എന്ന് പറയുന്നത്, ദറ്റ് ഈസ് ഇവിടെ അറ്റ് പോയിൻറ്റ് എ MC is equal to MR, ബട്ട് MC is cutting MR ഫ്രം എബവ് ആണ്, ഫ്രം ബിലോ ആണ് കട്ട് ചെയ്ത് പോകേണ്ടത്. ഇവിടെ ഫ്രം എബവ് ആണ് കട്ട് ചെയ്ത് വരുന്നത്. ഹെൻസ് എ ഈസ് നോട്ട് ദ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ ഫേം ബിക്കോസ് സെക്കൻഡ് കണ്ടീഷൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്. സെക്കൻഡ് കണ്ടീഷനിൽ പറയുന്നത് എന്താണ്? MC കർവ് മസ്റ്റ് കട്ട് MR കർവ് ഫ്രം ബിലോ എന്നുള്ളതാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അതങ്ങനെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് സാറ്റിസ്ഫൈ ആവുന്നില്ല. The firm is in equilibrium at point B where MC is equal to MR and MC cuts MR from below. അപ്പോൾ B എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് വരുമ്പോഴാണ് ദാറ്റ് ഈസ് എന്താ പറയുക, അതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് ഈൽഡ് ചെയ്യുന്ന പോയിൻ്റ് അവിടെയാണ്. സോ ദസ് OQ2 ഇസ് ദ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ആ ലെവലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടാനായിട്ട് ഔട്ട്പുട്ടായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. നമുക്ക് OQ2 ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് എത്രയാണ് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യേണ്ടത്, എത്രയാണ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആൻഡ് വാട്ട് ദ ചേഞ്ചസ് വിൽ ബ്രിങ് ഇൻ ദി ഡിമാൻഡ് ഓർ സപ്ലൈ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണോ ഇതിൽ വരുന്നത് അതിനനുസരിച്ചുള്ള മാറ്റം ഏതിലുണ്ടായിരിക്കും? ഇക്വിലിബ്രിയം പോയിൻറ്റിൽ ഉണ്ടായിരിക്കും. സോ അതിനനുസരിച്ചാണ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനായിട്ട്. So under perfect competition, average revenue and marginal revenue അവിടെ will be the same എന്നുള്ളതാണ്. This is because only one price is prevailing in the market. So ഇവിടെ അത് അങ്ങനെ ഉണ്ടാവാനുള്ള റീസൺ എന്താണ്? മാർക്കറ്റിലാകെ കൂടി ഒരൊറ്റ പ്രൈസാണ് അവിടെ പ്രിവെയിൽ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് പ്രൈസസ് ഡിഫറെൻറ്റ് കമ്പനീസ് പ്രോഡക്റ്റിന് അവിടെ വരുന്നില്ല. സോ എല്ലാ സെല്ലേഴ്സും കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സിംഗിൾ പ്രൈസ് തന്നെയാണ്. ആവറേജ് റവന്യൂ മീൻസ് ദ റവന്യൂ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് ദ റവന്യൂ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഓരോ യൂണിറ്റാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് സെയിം ആണ്. ദിസ് ഈസ് ബിക്കോസ് അറ്റ് ദ സെയിം പ്രൈസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വാരീസ്. അപ്പോൾ പ്രൈസും ഡിമാൻഡും ARഉം MRഉം എല്ലാം ഈക്വൽ ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ. ഓക്കെ, നെക്സ്റ്റ് ഈസ് എഫക്റ്റ് ഓഫ് ടൈം അപ്പോൺ സപ്ലൈ എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു മാർഷൽ, ടൈം ഹാസ് ട്രെമൻഡസ് ഇൻഫ്ലുവൻസ് അപ്പോൺ ദി ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ്. നേരത്തെ മാർഷൽ എപ്പോഴും ഒരു സ്ട്രെസ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. സോ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് എന്നുള്ളതാണ്. അപ്പം നമുക്ക് കാലത്തിന് അല്ലെങ്കിൽ സമയത്തിന് അതിൻ്റേതായ വില ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദി സപ്ലൈ ഡസ് നോട്ട് ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഇറ്റ് ടേക്സ് സം ടൈം ടു ഗെറ്റ് ദി സപ്ലൈ അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ഡിമാൻഡ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, സപ്ലൈയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. പെട്ടെന്ന് നമുക്ക് തുടക്കത്തിലൊന്നും സപ്ലൈയിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കില്ല. കാരണം മാർക്കറ്റിൽ എൻ്റർ ചെയ്ത് മാർക്കറ്റിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത്
ആൾക്കാർ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ചാണ് സപ്ലൈൻ്റെ ലെവൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദിസ് ഈസ് ഡ്യൂ ടു ദ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് പ്രൊഡക്ഷനും വിചാരിച്ച പോലെ നമുക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനോ അതിനൊന്നും സാധിക്കില്ല. കാരണം ഇനീഷ്യൽ സ്റ്റേജിലാണ്. എ സർട്ടൻ എമൗണ്ട് ഓഫ് ടൈം വിൽ ടേക്ക് ടു എക്സ്പാൻഡ് ദ സൈസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ ഫേം ടു ഇൻക്രീസ് ഔട്ട്പുട്ട്. സോ ഇൻ ദ ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ദ ഫേം വിൽ ബി ഹാവിങ് ദ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ഇത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിരിക്കും. സോ പെട്ടെന്നൊരു ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് നമ്മളതിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ആ ഒരു ചേഞ്ച് നമ്മൾ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. Further, the cost of production, which is the basis of the supply of a product, also varies over time. അപ്പോൾ ഷോർട്ട് പീരിയഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി ഹയർ ബിക്കോസ് ദർ ഇസ് നോ ഇനഫ് ടൈം ടു ചേഞ്ച് സ്കെയിൽ ഓഫ് പ്ലാന്റ്. അപ്പോൾ ഷോർട്ട് പീരിയഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കാരണം പെട്ടെന്ന് നമുക്ക് ഔട്ട്പുട്ടിലൊരു മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. ഓക്കെ, കുറച്ചും കൂടി ബെറ്റർ പൊസിഷൻ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രോഫിറ്റ്സും അതേപോലെ തന്നെ റിട്ടേൺസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, നമുക്കതിനനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കുറച്ച് ഫുൾ ഫ്ലെഡ്ജഡ് ആയി കഴിഞ്ഞാൽ, ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ്. ഓക്കെ, അവർക്ക് വേറെ, ഇപ്പോൾ നമ്മുടെ കോളേജൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജ്. ഓക്കെ, ഇപ്പോൾ വെൻ യു ടേക്ക് ദി ക്രൈസ്റ്റ് കോളേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെഗുലർ കോളേജാണ്. റെഗുലർ കോളേജിനോടൊപ്പം തന്നെ അവർ ഓട്ടോണമസ് ആണ്. ആൻഡ് ദെൻ ദേ ആർ ഓൾസോ ഹാവിങ് സെൽഫ് ഫിനാൻസിങ് വിങ്ങും അവർക്കുണ്ട്. സോ രണ്ട് കാര്യങ്ങളും അവർക്ക് വരുന്നുണ്ട്. എയ്ഡഡ് കോളേജാണ്, അതേപോലെ തന്നെ എയ്ഡഡ് കോളേജിൽ തന്നെ ഒരു ബിൽഡിംഗ് അവർ സെൽഫ് ഫിനാൻസിങ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. സോ ഇവർക്ക് എന്താണെന്നുണ്ടെങ്കിൽ എയ്ഡഡ് കോളേജിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ആർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? സെൽഫ് ഫിനാൻസിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവർക്ക് വേണ്ടി മാത്രം നമുക്കൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ് ഈസ് ഓപ്പൺ ടു ആൾ. സോ എയ്ഡഡ് സ്റ്റുഡൻസിന് എൻജോയ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ആർക്കും എൻജോയ് ചെയ്യാം, യൂസ് ചെയ്യാം. സെൽഫ് ഫിനാൻസിങ് വിങ്ങിലത്തെ കുട്ടികൾക്കും യൂസ് ചെയ്യാം. വെറും സെപ്പറേറ്റ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ നിന്ന് കിട്ടുന്നത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ടേക്സ് ലോങ് ടൈം എന്നുള്ളതാണ്. ഒരു ഷോർട്ട് പീരിയഡിൽ നമുക്ക് അവർക്ക് എന്താ പറയുക, കൂടുതൽ ഓഫേഴ്സോ അല്ലെങ്കിൽ കൂടുതൽ റിഡക്ഷനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്കൊരു സ്കോളർഷിപ്പിൻ്റെ സർവീസ് അതൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ വർഷങ്ങൾ ചെല്ലും തോറും കുറച്ചും കൂടിയും എക്സ്പാൻഷൻ വരും തോറും നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസിയറാവും. ഇത് തന്നെയാണ് ഒരു ബിസിനസ്സിൻ്റെതിൽ ഒരു ഫേമും ഒരു ഇൻഡസ്ട്രിയിലും വരുന്ന മാറ്റങ്ങൾ ഇത് തന്നെയാണ്. പെട്ടെന്നൊരു ഫേമിന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അവരെ പ്രൊഡക്ഷനിൽ സ്കെയിലിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം കുറച്ച് സമയം എടുക്കും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റേബിൾ ആവാനായിട്ട്. ഇൻ ദ ലോങ് പീരിയഡ് ഓഫ് എ ഫേം ഇസ് ഏബിൾ ടു പ്രൊഡ്യൂസ് എ ലോവർ കോസ്റ്റ്. ലോങ് റണ്ണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചിട്ട് നമുക്ക് ഇതിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെഷീനറി പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കുറച്ചും കൂടിയും വെൽ നോൺ സെറ്റപ്പിലേക്ക് നമുക്ക് മാറാനായിട്ട് പറ്റും. ഓർഗനൈസേഷനെ കുറിച്ച് കുറച്ചും കൂടിയും ആൾക്കാർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഇൻ ലോങ് റൺ ചിലപ്പോൾ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദിസ് ഈസ് പോസിബിൾ ബിക്കോസ് ഇറ്റ് ക്യാൻ ചേഞ്ച് സ്കെയിൽ ഓഫ് പ്ലാന്റ് ടു എനി എക്സ്റ്റെൻറ്റ് ഇറ്റ് വിഷസ്. അപ്പോൾ ഒന്ന് ലോങ് പീരീഡ് ആയിക്കഴിഞ്ഞാൽ, ഫേം എക്സ്പാൻഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് ഔട്ട്പുട്ടിലെ ഇൻക്രീസ് ഓർ ഡിക്രീസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. Thus, the element of time has great influence on the supply. അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് മാർക്കറ്റിൽ സപ്ലൈൻ്റെ കാര്യത്തിൽ മാറ്റം കൊണ്ടുവരാൻ. നമ്മുടെ പ്രോഡക്റ്റ് അവിടെ വന്ന് നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണം, ആൾക്കാർ അതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങണം, ഷോർട്ട് പീരിയഡിൽ നിന്ന് നമ്മളൊരു ലോങ് പീരിയഡിലേക്ക് മാറണം. അതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ മാർഷൽ കൺസീവ്ഡ് 4 ടൈം പീരിയഡ്സ് ആണ്. എന്തൊക്കെയാണ്? വെരി ഷോർട്ട് പീരിയഡ്, അതിനെ നമ്മൾ മാർക്കറ്റ് പീരിയഡ് എന്നും പറയാറുണ്ട്.
സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത് ഷോർട്ട് പീരിയഡ്, തേർഡ് കാറ്റഗറിയിൽ വരുന്നത് ലോങ് പീരിയഡ്, ആൻഡ് ഫോർത്ത് കാറ്റഗറിയിൽ വരുന്നത് വെരി ലോങ് പീരിയഡ്. അതിനെ സെക്യുലർ പീരിയഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ വെരി ഷോർട്ട് പീരിയഡ് എന്ന് പറയുന്ന മാർക്കറ്റ് പീരിയഡ് അതെന്താണെന്ന് നോക്കാം. ദിസ് മേ ബി എ ഡേ ഓർ വെരി ഫ്യൂ ഡേയ്സ്. ദിസ് പീരിയഡ് ഇസ് സോ ഷോർട്ട് ദാറ്റ് ദ സപ്ലൈ വിൽ ബി ലിമിറ്റഡ് ടു ദി എക്സിസ്റ്റിംഗ് സ്റ്റോക്ക്. സോ ഇവിടെ പറയുന്നത് ഒന്നെങ്കിൽ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക്, അതാണ് ഇവിടെ പറയുന്ന മാർക്കറ്റ് പീരിയഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് സോ ഷോർട്ട് ദറ്റ് ദി സപ്ലൈ വിൽ ബി ലിമിറ്റഡ് ടു ദി എക്സിസ്റ്റിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എത്രയാണോ സ്റ്റോക്ക് ഉള്ളത്, എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സിൻസ് ദ സപ്ലൈ ഇസ് മോർ ഓർ ലെസ് ഫിക്സ്ഡ്, ഡിമാൻഡ് എലോൺ ഡിറ്റർമൈൻസ് ദ പ്രൈസ്. സോ ഇവിടെ സപ്ലൈ കൂടാണെന്നുണ്ടെങ്കിലും കുറയാണെന്നുണ്ടെങ്കിലും ഡിമാൻഡാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ദ സപ്ലൈ കർവ് ഇൻ ദ മാർക്കറ്റ് പീരിയഡ് ഇസ് എ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ. സോ ഇവിടെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് വരുന്നത്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ സപ്ലൈ റിമെയിൻസ് ഫിക്സ്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. സോ ഇവിടെ ഒരു ദിവസം നമുക്ക് 50 യൂണിറ്റ് പറഞ്ഞാൽ 50 യൂണിറ്റ് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ, അതിൽ കൂടുതൽ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ എത്ര തന്നെ ഡിമാൻഡിൽ മാറ്റം വന്നാലും ഇഫ് വി ആർ സപ്ലൈയിങ് എ പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഇൻ ദി മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ അതുമേ തന്നെ സപ്ലൈ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് നമുക്ക് പറ്റുക. മോസ്റ്റ് ഓഫ് ദി പെരിഷബിൾ ഗുഡ്സ് ലൈക്ക് മിൽക്ക്, ഫിഷ്, എഗ്, ഫ്രൂട്ട് എക്സെട്ര കം അണ്ടർ ദിസ് കാറ്റഗറി. സോ പെരിഷബിൾ ഗുഡ്സ്, ഇപ്പോൾ മിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഷോപ്പിലൊരു 50 പാക്കറ്റ് നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തു. ഓക്കെ, ചില ദിവസം ചില ആൾക്കാരുടെ വീട്ടിൽ ചിലപ്പോൾ ഫങ്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഒരാൾ വന്നിട്ട് ഒരു 30 പാക്കറ്റ് മേടിച്ചുകൊണ്ട് പോയി. സ്ഥിരം വന്ന് മേടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് ആകെ കൂടി 20 പാക്കറ്റാണ് ലെഫ്റ്റ് ഓവർ ചെയ്തിട്ടുള്ളത്. സോ ഡിമാൻഡ് ചില ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ഥിരം വരുന്ന ആൾക്കാർ ആകെ കൂടി 30-35 പേരേ ഉണ്ടാവുള്ളൂ, 15 എണ്ണം എക്സ്ട്രാ നിൽക്കുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കാം. അപ്പോൾ ഈ പെരിഷബിൾ ഗുഡ്സ് ആയതുകൊണ്ട് ഓവറായിട്ട് നമുക്ക് സ്റ്റോക്ക് എടുക്കാനും സാധിക്കില്ല. അപ്പോൾ അത് അന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു 1-2 ദിവസത്തേക്കോ കൺസിഡർ ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ്. സോ അതിന് നമുക്കൊരു ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ ആ സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഡിമാൻഡ് കൂടിയാലും കുറഞ്ഞാലും ആ സപ്ലൈ തന്നെയാണ് മാർക്കറ്റിൽ ലഭ്യമാവുള്ളൂ. ഓക്കെ, അതാണ് മാർക്കറ്റ് പീരിയഡിൽ വരുന്നത്. ആൻഡ് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഇക്വിലിബ്രിയം പ്രൈസ് ഇസ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ എൻറ്റയർ സപ്ലൈ സോൾഡ്. സോ ഇതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസം നമുക്ക് കൊണ്ടുവരുന്ന 50 പാക്കറ്റും വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റാണ്. അതിൽ 45 എണ്ണം വിറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ 5 പാക്കറ്റിൻ്റെ നഷ്ടം നമുക്ക് വരികയാണ്. ഓക്കെ, ഇഫ് ദ ഡിമാൻഡ് ഇസ് ഹൈ പ്രൈസ് വിൽ ബി ഹൈ, ഇഫ് ദ ഡിമാൻഡ് ഇസ് ലോ ദ പ്രൈസ് വിൽ ബി ലോ. അപ്പോൾ ഇവിടെ ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്രൈസിനെ ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഡിമാൻഡാണ്. ഡിമാൻഡ് കൂടുതലാണെങ്കിൽ 50 പാക്കറ്റും വിറ്റ് പോയിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, ഡിമാൻഡ് കുറവാണെന്നുണ്ടെങ്കിൽ 40-45 പോയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് നഷ്ടമാണ്. സോ ഡിമാൻഡാണ് അവിടെ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മാർക്കറ്റ് പീരിയഡിൽ സംഭവിക്കുന്നത്. ആൻഡ് ദെൻ ഷോർട്ട് പീരിയഡ്, രണ്ടാമത്തെ നമുക്കുള്ളത് ഷോർട്ട് പീരിയഡാണ്. ഷോർട്ട് പീരിയഡ് എന്ന് പറയുന്നത് is a period during which the supply of commodity can be changed without changing the existing plant and machinery. It has no time to change its scale of plant. Only variable production factors can be changed to bring about change in the output. So ഇവിടെ ഷോർട്ട് പീരിയഡ് എന്ന് പറയുമ്പോൾ which the supply of commodity can be changed. സപ്ലൈ ഓഫ് കമ്മോഡിറ്റി നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. എങ്ങനെ? വിത്തൗട്ട് ചേഞ്ചിങ് ദ എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. സേ ഫോർ എക്സാമ്പിൾ if our plant and machinery is having the capacity to produce 300 units.
ഓക്കെ. അപ്പോൾ മാർക്കറ്റിലേക്ക് പുതിയതായതുകൊണ്ട് നമ്മളൊരു എന്താ പറയുക 200 യൂണിറ്റ്സിലാണ് നമ്മുടെ പ്രൊഡക്ഷൻ നമ്മൾ ഓരോ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിമാൻഡ് കുറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് 200 എന്നുള്ളത് 250ലേക്കോ 150ലേക്കോ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മാറ്റം വരുത്താതെ തന്നെ ജസ്റ്റ് വേരിയബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ വരുന്ന റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക അതിന് വരുന്ന കറണ്ട് ചാർജസും അതല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് വരുന്ന റോ മെറ്റീരിയൽസിൽ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് വേരിയബിൾ ആക്കി കഴിഞ്ഞാൽ, എല്ലാ വേരിയബിൾ ഫാക്ടേഴ്സും മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ ചെറിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ. നമുക്കറിയാം ഫിക്സ്ഡ് ഫാക്ടേഴ്സ് എന്താണ്, വേരിയബിൾ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത് റെൻറ്റിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 300 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും റെൻറ്റ് സെയിം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ഫിക്സ്ഡ് ഫാക്ടർ എന്ന് പറയുന്നത്. വേരിയബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അതിൽ വരുന്ന വേരിയബിൾ ആയിട്ടുള്ള അതായത് റോ മെറ്റീരിയൽസിൽ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാം. അതിന് വരുന്ന മാറ്റങ്ങളനുസരിച്ച് ഔട്ട്പുട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിക്രീസ് ചെയ്യാനും നമുക്ക് സാധിക്കും. സോ ഇത് ഒന്നും തന്നെ നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മാറ്റം വരുത്താതെ തന്നെ ഔട്ട്പുട്ടിൽ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. The supply curve would be moving upwards from left to right. The price of a commodity in the short period is determined by the supply to a certain extent and the demand. അപ്പോൾ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് എത്ര നമുക്ക് സപ്ലൈ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് കുറച്ചും കൂടിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ നമ്മൾ ഷോപ്പിൽ പറയുന്നത് ഇത്ര യൂണിറ്റ്സ് ഇന്ന ദിവസം ഞങ്ങൾക്ക് വേണം. അപ്പോൾ അവർക്ക് നേരത്തെ കൂട്ടി അവർക്ക് പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി കൂടുതൽ യൂണിറ്റ്സ് കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇൻ ഷോർട്ട് പീരിയഡ് ദി കമ്മോഡിറ്റീസ് ആർ ഡ്യൂറബിൾ ആൻഡ് റീപ്രൊഡ്യൂസബിൾ. കുറച്ചും കൂടിയും ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്, നമുക്ക് പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ല പറയുന്നത്, കുറച്ചും കൂടിയും ഡ്യൂറബിൾ പെട്ടെന്ന് കേടുവരാത്ത ടൈപ്പ് പ്രോഡക്ട്സ്. ദ പ്രൈസ് ദാറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ഇൻ ദ ഷോർട്ട് പീരിയഡ് ഇസ് നോൺ ആസ് ഷോർട്ട് റൺ നോർമൽ പ്രൈസ്. അപ്പോൾ അങ്ങനെ ഷോർട്ട് പീരിയഡിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസിനെ നമ്മൾ പറയുന്നത് ഷോർട്ട് റൺ നോർമൽ പ്രൈസ് എന്നാണ്. ഓക്കെ. അപ്പോൾ മാർക്കറ്റ് പീരിയഡും അതേപോലെ തന്നെ ഷോർട്ട് പീരിയഡും. മാർക്കറ്റ് പീരിയഡിൽ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്, ഇവിടെ നമുക്ക് സപ്ലൈ കുറയ്ക്കുക എന്താണെന്നുണ്ടെങ്കിൽ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെയും ചെറിയ രീതിയിൽ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇസ് ലോങ് പീരിയഡ്. ലോങ് പീരിയഡിൽ വരുന്നത് ലോങ് പീരിയഡ് ഇസ് എ പീരിയഡ് ഡ്യൂറിങ് വിച്ച് സഫിഷ്യൻറ്റ് ടൈം ഇസ് അവൈലബിൾ ടു ചേഞ്ച് ദ ഫിക്സ്ഡ് ആസ് വെൽ ആസ് വേരിയബിൾ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ്. സോ ലോങ് റൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് റണ്ണിൽ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള വേരിയബിൾസും അതേപോലെ തന്നെ വേരിയബിൾ ഫാക്ടേഴ്സും എല്ലാത്തിലും മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ദസ് ദി ഔട്ട്പുട്ട് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് ഓൾ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ്. കാരണം പ്രൊഡക്ഷനിലുള്ള എല്ലാ കാര്യങ്ങളും മാറണം. സോ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും മാറുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ദസ് ദി ഔട്ട്പുട്ട് ക്യാൻ ബി ചേഞ്ച്ഡ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള മെഷീനറീസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാക്സിമം ഔട്ട്പുട്ട്, അപ്പോൾ നമ്മൾ ഓൾറെഡി 300 യൂണിറ്റ്സിന് ചിലപ്പോൾ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന മെഷീനറി ആയിരിക്കാം. സോ നമുക്കതിനനുസരിച്ച് ലോങ് റണ്ണിൽ മാക്സിമം ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് കാര്യങ്ങൾക്കൊക്കെ സാധ്യമാണ്. The supply can easily be adjusted to changing demand. അപ്പോൾ മാർക്കറ്റിൽ വരുന്ന ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം 1000 യൂണിറ്റ്സ് വരെയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ 700 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു 800 900 വന്നാൽ പോലും നമുക്ക് വറി ചെയ്യാനായിട്ട് ഇല്ല. കാരണം അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മൾ ഏതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹാസ് എ ഡിസിസീവ് role in price determination in long period. Here the supply curve would be more flatter than the short period supply curve. The price that is determined in the long period is called the long run normal price. അങ്ങനെ ലോങ് റണ്ണിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസിനെ നമ്മൾ പറയുന്നത് ലോങ് റൺ നോർമൽ പ്രൈസ് എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്ത സ്റ്റേജാണ്
വെരി ലോങ് പീരിയഡ് എന്നുള്ളത്. ദ വെരി ലോങ് പീരിയഡ് ഓർ സെക്യുലർ പീരിയഡ് വിൽ ഇൻക്ലൂഡ് all the changes in demand and supply which require a long period of time, such as changes in the size of population, supplies of raw material, supply of capital, etc. These are the structural changes. So ഇവിടെ വരുന്ന കാര്യം എന്താണെന്നുണ്ടെങ്കിൽ എല്ലാ ചേഞ്ചസും വരും. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇതിനൊക്കെ നമുക്ക് ഒരു ലോങ്ങർ പീരിയഡാണ് വരുന്നത്. അപ്പോൾ സൈസ് ഓഫ് പോപ്പുലേഷൻ, സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്, സപ്ലൈ ഓഫ് ക്യാപിറ്റൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വരുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എൻറ്റയർ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് വരുന്നത്. ഷോർട്ട് റൺ ഒരു മാർക്കറ്റ് പീരിയഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളേ വരുന്നുള്ളൂ. ഈവൻ ലോങ്ങർ പീരിയഡിൽ പോലും നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യത്തിലും അടിമുടി മാറ്റം വരുമ്പോഴാണ് ദാറ്റ് ഈസ് വെരി ലോങ് പീരിയഡിലേക്ക് നമ്മൾ കടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സപ്ലൈ കർവ്സ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചിട്ടാണ്. ദാറ്റ് വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ്, അതേപോലെ തന്നെ എഫക്റ്റ് ഓഫ് ടൈം ആൻഡ് സപ്ലൈ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ടൈമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയായിരുന്നു? മാർക്കറ്റ് പീരിയഡ് ഉണ്ട്, ഷോർട്ട് പീരിയഡ് ഉണ്ട്, അതേപോലെ തന്നെ ലോങ് പീരിയഡ് ഉണ്ട്, വെരി ലോങ് പീരിയഡ് ഉണ്ട്. അതായത് വെരി ലോങ് പീരിയഡിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? സെക്യുലർ പീരിയഡ് എന്നുള്ളതാണ്. ഓക്കെ, സോ എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.